സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ആരാണെന്ന് നാളെ അറിയാം. പ്രത്യേക മന്ത്രിസഭായോഗം കൂടിയാണ് പുതിയ പോലീസ് തലവനെ തീരുമാനിക്കുക. കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള റവാഡ ചന്ദ്രശേഖരനാണ് സാധ്യത കൂടുതൽ. നിതിൻ അഗർവാളിനായും ചരടുവലികൾ സജീവമാണ്. കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനം നടത്തിയ പോലീസുകാർക്ക് ബാഡ്ജ് ഓഫ് ഓണർ സമ്മാനിച്ച ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവി പദവിയിലെ അവസാന പൊതുപരിപാടിയും പൂർത്തിയാക്കി. പോലീസ് തലപ്പത്തേക്ക് ഇനി ആര് എന്നതാണ് ഉയരുന്ന ചോദ്യം. അനിശ്ചിതത്വങ്ങൾ മാറി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ പോലീസ് തലവനായി എത്തുമെന്നാണ് സൂചന. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തൽക്കാലം പിണറായി സർക്കാർ വിടും. പോലീസ് ആസ്ഥാനത്ത് നിന്ന് റവാഡയുടെ ഫയലുകൾ ആഭ്യന്തര വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ UPSC കൈമാറിയ പട്ടികയിൽ ഒന്നാമനായ നിതിൻ അഗർവാളിന് സാധ്യത കൽപ്പിക്കുന്നവരുമുണ്ട്. പട്ടികയിൽ മൂന്നാമനായ യോഗേഷ് ഗുപ്തയ്ക്ക് സാധ്യത ഒട്ടുമില്ലെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനിഷ്ടമാണ് പ്രധാന കാരണം. സത്യത്തിൽ ഈ 3 പേരുകാരോടും സർക്കാരിന് പൂർണ്ണ തൃപ്തിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ പട്ടികയ്ക്ക് പുറത്തുനിന്ന ഒരാളെ ഇൻചാർജ് DGP ആക്കാനുള്ള ആലോചനകളുമുണ്ട്. മനോജ് എബ്രഹാമാണ് സർക്കാരിന്റെ മനസ്സിൽ. പക്ഷേ UPSC നടപടികൾ പൂർത്തിയാക്കി പട്ടിക തന്ന ശേഷം അതിനെ തള്ളുന്നത് നിയമ പോരാട്ടത്തിലേക്ക് വഴിവെക്കുമെന്നതിനാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നാളെ ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി തീരുമാനം പറയും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.